ഹായ് എവരിവൺ, എന്റെ പേര് ഹലീമ സഫ. നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന പേപ്പറാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പേപ്പറിൽ എന്തൊക്കെ നമുക്ക് മുന്നോട്ട് ഇനി പഠിക്കാനുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ള വെച്ചിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മൊത്തം 4 ബ്ലോക്കാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് വെക്ടർ അനാലിസിസ്, ബ്ലോക്ക് 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ബ്ലോക്ക് 3 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ മീഡിയം ആൻഡ് മാഗ്നറ്റിസം, ബ്ലോക്ക് 4 ഇലക്ട്രോമാഗ്നറ്റിസം. ഓക്കെ. ബ്ലോക്ക് 1 വെക്ടർ അനാലിസിസ് ഞാൻ പറഞ്ഞു. ബ്ലോക്ക് 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ബ്ലോക്ക് 3 ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ബ്ലോക്ക് 2നും ബ്ലോക്ക് 3ക്കും ബ്ലോക്ക് 4നും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ബ്ലോക്ക് 1-ലുണ്ട്. അതായത് മുന്നോട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ, ഏതൊക്കെ മാത്തമാറ്റിക്കൽ തിയറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബ്ലോക്ക് 1-ൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോ ബ്ലോക്ക് 1-ലേക്ക് നോക്കാം. വെക്ടർ അനാലിസിസ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ +2 വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കേലാർ, വെക്ടർ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ അല്ലെ. സ്കേലാർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ സ്കേലാർ ഫീൽഡ്സ് എന്താണ്, അതിന്റെ ഗ്രേഡിയന്റ് എന്താണ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ വെക്ടർ ഫീൽഡ്സ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇത് കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പാർഷ്യൽ ഡെറിവേഷൻ ആണ്, ഡിഫറൻസിയേഷൻ ആണ്, പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഇതിനെയാണ് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയാ. ഈ ഒരു ഡെൽ ഓപ്പറേറ്റർ ഒരു സ്കേലാർ ഫംഗ്ഷൻ സൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അതുമായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഡൈവേർജൻസ് കേൾ എന്ന് പറഞ്ഞാൽ ഇതേ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ ഒരു വെക്ടർ ഫംഗ്ഷനുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സ്കേലാർ ആണ് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ മാത്തമാറ്റിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നത് മാത്രം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ യൂണിറ്റ് കണ്ടില്ലേ, ഓരോ യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ഞാൻ എളുപ്പത്തിലൊന്ന് പറഞ്ഞു പോവാണ്, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ ഒരു വെക്ടർ ഫംഗ്ഷനുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കേൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആൻസർ ആയിട്ട് കിട്ടുന്നതും ഒരു വെക്ടർ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ യൂണിറ്റ് 3-ലേക്ക് എത്തുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് വെക്ടർ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷനെ പറ്റിയാണ് നമ്മൾ യൂണിറ്റ് 3-ൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട 3 ഇന്റഗ്രേഷൻ, അതായത് ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ, വോളിയം ഇന്റഗ്രൽ, ഇത്രയും കാര്യങ്ങളും നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഓരോ ഫിസിക്കൽ ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം നമ്മൾ പഠിച്ചു പോകും. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ പറഞ്ഞ പോലെ ഒരു 5 യൂണിറ്റ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഈ ഇലക്ട്രോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇലക്ട്രിക് ചാർജ് എന്താന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പും ഇലക്ട്രിക് ചാർജ് എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ +2-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ പഠിച്ചു പോകും. ഇലക്ട്രിക് ചാർജ് എന്താണ്, 2 ചാർജിന്റെ ഇടയിലുള്ള ഫോഴ്സ്, കൂളംസ് ലോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ സഹിതം കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ലോ ആണ് ഗോസസ് ലോ. അതായത് ഓരോ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെയും ഇലക്ട്രിക് ഫീൽഡ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗോസസ് ലോ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമുക്ക് അത് സ്ഫിയേഴ്സിന്റെയും സിലിണ്ടേഴ്സിന്റെയും പ്ലെയിൻസിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗോസസ് ലോ യൂസ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു യൂണിറ്റ് തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് വളരെ രസകരമായി പഠിച്ച് മുന്നോട്ട് പോകാം.
അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴത്തേക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ മീഡിയം ആൻഡ് മാഗ്നറ്റിസം, അതായത് കുറച്ച് യൂണിറ്റ്, അതായത് കപ്പാസിറ്റർ വരെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ മീഡിയം ആയിരിക്കും പഠിക്കുന്നത്. യൂണിറ്റ് 12 തൊട്ട് നമ്മൾ മാഗ്നറ്റിസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, തുടക്കം തന്നെ നമ്മൾ ഡൈഇലക്ട്രിക്സ് എന്താന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഡൈഇലക്ട്രിക്സ് നമുക്കറിയാം, ഇൻസുലേറ്റേഴ്സിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഡൈഇലക്ട്രിക്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഡൈഇലക്ട്രിക്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. പോളറൈസേഷൻ എന്താണ്, ഡൈപോൾ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കപ്പാസിറ്ററിലേക്ക് പോകുന്നു. കപ്പാസിറ്ററിന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, കപ്പാസിറ്റർ നമുക്കറിയാം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒക്കെ നമുക്ക് ഓൾറെഡി നല്ല പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കപ്പാസിറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ഡൈഇലക്ട്രിക്സ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡൈഇലക്ട്രിക്സിനനുസരിച്ചും നമ്മൾ കപ്പാസിറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ അതിന്റെ എനർജി സ്റ്റോറേജ്, അതിന്റെ കപ്പാസിറ്റൻസ്, അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. അതിനുശേഷമാണ് നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് കടക്കുന്നത്. അതിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പഠിച്ച പോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ മാഗ്നറ്റിസത്തിന്റെ ഒരു ഫണ്ടമെന്റൽ ലോ ആണ് ബയോട്ട് സാവാർട്ട് ലോ. ഇപ്പൊ നമ്മളൊരു ലൈനിൽ കൂടെ ഒരു കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത്, ഇപ്പൊ ഒരു സർക്കുലർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ +2 കുറച്ച് പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ പഠിക്കും. അതിന്റെ കൂടെ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്താണ്, കറണ്ട് ഡെൻസിറ്റി എന്താണ്, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലോ ആണ് ആംബിയസ് ലോ എന്നുള്ളത്. ആംബിയസ് ലോയും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകും. അതിന്റെ ഓരോ എക്സാമ്പിൾസ്, സോളിനോയിഡ്, ടൊറോയിഡ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിൽ പഠിച്ചു പോകുന്നതാണ്. പിന്നെ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്കറിയാം, ഡയമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഓക്കെ, പാരാമാഗ്നറ്റിസം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അറ്റോമിക് മൊമെന്റ്സ് എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്. ടോർക്കോൺ ലൂപ്സ് ഒക്കെ, മാഗ്നറ്റൈസേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റുകളിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലോക്ക് 4ലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാരഡേസ് ലോ, ഒരു പക്ഷെ കുറച്ച് പേർക്ക് ഇപ്പോഴേ അറിയായിരിക്കും ഫാരഡേസ് ലോ എന്താന്നൊക്കെ, ലെൻസസ് ലോ. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ ഫാരഡേസ് ലോ, ലെൻസസ് ലോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇൻഡക്ടൻസ്, മാഗ്നറ്റിക് ഫീൽഡിലെ എനർജീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ മെയിൻ ലോ ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. അതായത് എല്ലാ ലോസും കമ്പൈൻ ചെയ്തുകൊണ്ട് മാക്സ്വെൽ തയ്യാറാക്കിയ ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ആംബിയസ് ലോയുടെ കറക്ഷനെ പറ്റി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. കറക്റ്റ് ചെയ്ത ആംബിയസ് ലോനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നൊരു ടേമും കൂടെ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന ടേമും കൂടെ നമ്മൾ എക്സ്ട്രാ അവിടെ പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഇപ്പൊ ഒരു എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണ്, അതിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ പ്രൊപ്പഗേഷൻ എന്താണ്, വാക്വത്തിൽ അതിന്റെ എങ്ങനെയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഡൈഇലക്ട്രിക്സിൽ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അതൊക്കെ അതിന്റെ എനർജിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട തിയറമാണ് പോയിന്റിംഗ് തിയറം. ഇതും നമ്മൾ പഠിക്കുന്നു. ഇത്രയും പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പേപ്പർ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആവും. സ്പീഡിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കിൽ പഠിക്കാനുള്ളത് എന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ പഠിക്കുന്നതൊക്കെ നമുക്ക് തുടക്കം തൊട്ടേ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക്
നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനും നല്ല രസത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓരോ യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു.